വാത്സല്യം അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനം വരെ, അദ്ദേഹം മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റി. ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കരുതെന്ന് ഡോക്ടർ മുനീറിനോട് ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ അവസാന നാളിൽ എഴുതിയിട്ടുള്ളൊരു സംഗീതസുധ എന്ന് പറയുന്നൊരു പുസ്തകം നീ പ്രസിദ്ധീകരിച്ച് തരണം. അതിൻ്റെ കോപ്പി തന്നുകൊണ്ടാണ് അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ആ പുസ്തകം പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഹോലി പബ്ലിക്കേഷനിലൂടെ ഞാൻ പ്രസിദ്ധീകരിച്ചു. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം, വഴിയറിയാതെ അലഞ്ഞു നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. താങ്ക് യു സാർ. സംഗീതത്തിൽ സാറിന് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഏറ്റവും ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വം? അത് ഞാനിപ്പോഴും ദാസേട്ടനെ ഇതൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു വലിയൊരു പ്രതിഭാസം. ദാസേട്ടൻ എന്ന് പറയുന്നത് ഇന്നും ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലെ പാട്ടുകാരെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ദാസേട്ടൻ നമുക്കൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത തലത്തിൽ നിൽക്കുന്ന ഒരു ഗായകനാണ്. അതേപോലെ തന്നെ ജയചന്ദ്രൻ, ജയേട്ടൻ്റെ ശബ്ദത്തിന് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. പെട്ടെന്ന് നമുക്ക് ഒരു മനസ്സിലേക്ക് വരുന്നൊരു പാട്ട് ഏതാണ്? എണ്ണിയാൽ തീരാത്തത്ര പാട്ടുണ്ട്. അതിലൊന്ന് രാഘവമാഷയുടെ മഞ്ജുഭാഷിണി. മഞ്ജുഭാഷിണി മണിയറവീണയിൽ മയങ്ങിയുണരുന്നതേതൊരു ഗാനം, ഏതൊരു തീരം. ആ ഒരു പാട്ടിൽ പുള്ളി ഒരു ഭാഗം പറയുന്നുണ്ട്. രാഘവമാഷ് പുള്ളിക്ക് സംഗീതം അറിയാൻ വേണ്ടി, അവിടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഭാഗം ഈ രാഘവമാഷ് ഈ മോതിരം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ദാസേട്ടൻ പറയുന്നത്, എനിക്ക് ആ പാട്ട് വരുന്ന സമയത്ത് ആ ഒരു ഭാഗം വരുമ്പോൾ ഇങ്ങനെ മനസ്സിലായി. അപ്പോൾ അതിങ്ങനെ മോതിരം എന്നിങ്ങനെ പോയി കൈ വിരൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വരും. വയലാർ ദേവരാജൻ, ദാസേട്ടൻ, ആ ഒരു ത്രിമൂർത്തികൾ ഉണ്ടാക്കിയ കുറേ പാട്ടുകളുണ്ട്. പാരിജാത അതിൽ വരുന്നതാണ്, സന്യാസിനി. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലമിഴി, നീ മാത്രമെന്തിനുറങ്ങി. അതുപോലെ സന്യാസിനി. സന്യാസിനി ഓ ആ ഓ എടുക്കുമ്പോൾ തന്നെ ആളുകൾ കൈയടിക്കും. അങ്ങനത്തെ ആ കോമ്പോസിഷൻ്റെ ഒരു ഒന്ന് പാടിയ ഹൃദയ സരസിലെ ഓ പ്രണയ പുഷ്പമേ. നമ്മൾ മെലഡി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും നമ്മളെപ്പോഴും താലോലിക്കുന്ന ഒരു സംഗീത സംവിധാനമാണ് നമ്മളുടെ സ്വന്തം ബാബുക്ക. ബാബുക്കയുടെ ജീവിതം വളരെ അടുത്തറിഞ്ഞ ആളാണ് ഞാൻ. അദ്ദേഹം ഉണ്ടാക്കിയ പാട്ടുകൾ എനിക്കൊന്ന് യുഗങ്ങൾ കഴിഞ്ഞാലും ബാബുരാജിൻ്റെ പാട്ടുകൾ നിലനിൽക്കും. കാരണം അത്രയും ഹൃദയത്തിനകത്തേക്ക് തറച്ചു പോകുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ അതിൽ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കേനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഒരു പുഷ്പം ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ
ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂടാം സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. ഗസൽസിലേക്ക് കിടക്കാം സാർ. ഗസൽസ് എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ അത് സംഗീതമായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ ഫാസിസവും സംഘപരിവാറും എന്ന് പറയുന്ന ഇത് രണ്ടും എങ്ങനെയാണ് സാർ? വായന എന്ന് പറയുന്നത് എൻ്റെ പിതാവ് എനിക്ക് വാപ്പയുടെ ശിക്ഷണത്തിൽ ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അന്നേ പുസ്തകങ്ങൾ വാങ്ങിത്തരും, അന്നും ഈ പറഞ്ഞ മാതിരി ഗൗരവമുള്ള പുസ്തകങ്ങൾ വാങ്ങിത്തരും, കോമിക്കുകൾ വാങ്ങിത്തരും. പതുക്കെ ഗൗരവ വായനയിലേക്ക് എന്നെ കൊണ്ടുപോയത് ബാപ്പ തന്നെയായിരുന്നു. അപ്പോൾ ബാപ്പയുടെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അങ്ങനെ ഗൗരവമായി പഠിച്ച് ഏകദേശം 300ഓളം പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള കൊട്ടേഷൻസും അതിൽ നിന്നുള്ള മറ്റുദ്ധരണികളൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഫാഷിസം. അത് സി അച്യുതമേനോൻ അവാർഡ് വരെ ലഭിച്ചൊരു പുസ്തകമായി മാറി. ഇപ്പോൾ അതേപോലെ ഒരു ഗവേഷണത്തിലാണ് ഞാൻ ജിഹാദ് അർത്ഥവും അനർത്ഥവും എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ മറ്റൊരു വിപത്തിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കുറേ വായിക്കുന്ന സമയത്ത് നമുക്ക് തലയ്ക്കൊരു മരവിപ്പ് പോലെ വരുമ്പോൾ നമുക്കൊരു ചെറിയ ഔട്ട്ലെറ്റ് ആണ്, ഉള്ളിലുള്ളതിനെ ഒന്ന് തണുപ്പിക്കാനുള്ള വഴിയാണ് ലൈറ്റ് റീഡിങ്. അപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങിയതാണ് ഗസലുകൾ. അതിൽ ഉമ്പായിക്ക പറഞ്ഞു കുറച്ച് ഗസൽ 1-2 ഗസൽ എഴുതി തരണം എന്ന് പറഞ്ഞപ്പം ഞാൻ 2 ഗസൽ എഴുതി കൊടുത്തു. അപ്പം ഞാനും TN പ്രതാപനും ബിനോയ് വിഷുവും കൂടി എഴുതി കൊടുത്ത ഗസലുകൾ അദ്ദേഹം ഒരു CD ആക്കി ഈസ്റ്റ് കോസ്റ്റ് ഇറക്കി. ഗുലാം അലിയുടെ ഗസലുകളായിരുന്നു എനിക്ക് ആദ്യം ഇഷ്ടം. പിന്നെ പങ്കജ് ഉദാസ് വന്നപ്പോൾ പങ്കജ് ഉദാസ് കുറച്ച് എന്നെ ജനകീയമാക്കിയ ഒരാളാണ്. അദ്ദേഹം കുറച്ച് എല്ലാവർക്കും പാടാൻ പറ്റുന്ന രീതിയിലേക്ക് ഗസൽസിനെ കൊണ്ടുവന്നു. അപ്പോൾ മെഹദി ഹസൻ്റെ പാട്ടുകൾ, പിന്നെ അനൂപ് ജലോട്ട പിന്നെ ഭജൻസിലേക്കൊക്കെ കടന്നു. പിന്നെ ജഗ്ജീത് സിംഗ്. ഇത് എൻ്റെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ കൊണ്ടുനടക്കുന്നത്. പക്ഷേ ഗസലുമായി എനിക്ക് ഗസൽ പാടുക എന്ന് പറയുന്നത് ഇപ്പോഴും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗസൽ ആസ്വദിക്കും ഞാൻ. सबको मालूम है मैं शराबी नहीं, फिर भी कोई पिलाए तो मैं क्या करूं. അത് പങ്കജുദാസിൻ്റെ ഒരു പാട്ട്, തീർച്ചയായും ഒരു ഗസൽ പാട്ട്. മെഹദി സാറിൻ്റെ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു പാട്ട്, രഞ്ജിഷി സഹി ദിൽ ഹി ദുഖാനെ के लिए रंजिशी सही आ फिर से मुझे छोड़ के जाने के लिए रंजिशी सही. പിന്നെ ഗുലാം അലി സാറിൻ്റെ പാട്ടുകൾ, ഗുലാം അലി സാറിൻ്റെ ഏതെങ്കിലും സാറിൻ്റെ അങ്ങനെ रफ्ता रफ्ता वो मेरे हस्ती का सामा हो गए, लाना जा फिर जाने जा, पहले जा फिर जाने जा, फिर जाने जाना हो गए. ആ ഭാഗം ഭയങ്കര ഈ പെരുന്നാളിനെ വളരെ സമ്പന്നമാക്കി. മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പെരുന്നാൾ ആശംസ. താങ്ക് യു സർ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം.